ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബോഡി മെഷർമെൻറ്റ് എടുത്തിട്ട് എങ്ങനെ ബ്ലൗസ് തയ്ക്കുന്നുള്ളതിൻ്റെ ആ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള മെഷർമെൻറ്റുകൾ നമുക്ക് ഏതൊക്കെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്നും അത് എങ്ങനെയാണ് ബ്ലൗസിലേക്ക് വരുന്നുള്ളത് അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കാൻ പഠിക്കാം. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളും ക്ലാരിറ്റിയിലും സിമ്പിളായിട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ ഇത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇതിൽ കുറച്ച് മെയിൻ അളവുകൾ ഞാൻ പറയണുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാം. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കൺഫ്യൂഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഈ വീഡിയോ കേട്ടോ. അറിയണവർ ഇത് സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അളവുകൾ നമുക്ക് കണ്ടുപിടിക്കാം, എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ആദ്യം തന്നെ അപ്പർ ചെസ്റ്റാണ്. അപ്പർ ചെസ്റ്റ് മെയിൻ ആയിട്ടുള്ളൊരു അളവ് തന്നെയാണ്. അപ്പർ ചെസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. ആ അപ്പർ ചെസ്റ്റ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുള്ളൂ. ഇതുപോലെ എടുക്കുക കണ്ടോ. ഇതുപോലെ എടുത്തിട്ട് നമുക്ക് എത്രയാണോ കംഫർട്ടബിൾ, അധികം ലൂസ് കൊടുക്കേണ്ടതില്ല കേട്ടോ. നമ്മൾക്ക് എങ്ങനെയാണോ വരിക നമുക്ക് അത്രയും ലൂസ് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കംഫർട്ടബിൾ നിൽക്കണ പോലെ നമ്മളത് അളവെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ നോക്കുമ്പോൾ എനിക്ക് 40 വരുന്നത്, നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് വലിച്ച് മുറുക്കിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല, സാധാരണ പോലെ തന്നെ പിടിച്ചിട്ട് എടുക്കുക കേട്ടോ. അതാണ് എടുക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ഷോൾഡറിന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ഷോൾഡറിൻ്റെ ഇതുള്ള ഒരു ചുരിദാർ എന്തെങ്കിലുമൊക്കെ ഇടുക. എന്നിട്ട് അതിൻ്റെ ചുരിദാറിൻ്റെ ആ ഭാഗം കറക്റ്റായിട്ട് പിടിക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ആ ഷോൾഡറിൻ്റെ ഭാഗം അത് കറക്റ്റായിട്ട് പിടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോൾഡർ മെഷർമെൻറ്റ് ഫുൾ ഷോൾഡർ കിട്ടും കേട്ടോ. ഇതിൽ നിന്ന് കുറയ്ക്കണം നമ്മൾ ബ്ലൗസിന്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ വീട്ടിൽ വേണ്ട. ഇനി ആം ഹോളിൻ്റെ എൻ്റെ വീട്ടിലെ ഞാനും മോനും മാത്രമേ കേട്ടോ. അപ്പോൾ വേണ്ട, അപ്പോൾ അവനൊന്ന് സഹായിച്ചെന്താ നമ്മുടെ ആം ഹോൾഡർ റൗണ്ട് കണ്ടോ, ഇങ്ങനെ പിടിച്ച് നമ്മൾ എടുക്കുക കേട്ടോ. ആം ഹോൾഡർ റൗണ്ട് എടുക്കുക, വലിച്ച് മുറുക്കണ്ട. നമുക്ക് എത്രയാണോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുക അതുപോലെ നമ്മൾ അളവ് എടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തൊരളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട അളവ് തന്നെയാണ് ഞാൻ ഇപ്പോൾ എടുക്കാൻ പോണത്. അത് ബസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഫുൾ ബസ്റ്റ്. നമ്മൾ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, അതും ഇതുപോലെ തന്നെ എടുക്കുക കേട്ടോ. നമ്മൾ വലിച്ച് മുറുക്കി എടുക്കണം. നമുക്ക് എത്രയാണോ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുക ആ ഒരു ലെവലിൽ ലൂസാക്കും വേണ്ട ടൈറ്റാക്കും വേണ്ട, നമ്മുടെ കംഫർട്ടബിളിനനുസരിച്ച് നമ്മൾ എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി ബസ്റ്റിൻ്റെ പോയിൻ്റ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി നമ്മൾ ബസ്റ്റ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഷോൾഡറിൽ നിന്ന് നമ്മുടെ ഹയസ്റ്റ് പോയിൻ്റ് ആ നിപ്പിൾ പോയിൻറ്റിൻ്റെ ആ ഭാഗം വരെ നമ്മൾ എത്രയാണോ കിട്ടുന്നത് അതുപോലെ അളന്നെടുക്കുക കേട്ടോ. ഷോൾഡർ മനസ്സിലായല്ലോ, ഷോൾഡറിൽ നിന്ന് അളന്നെടുക്കുക. ഇനി ബസ്റ്റിൻ്റെ വിട്ട് കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മളിത് ഈ ഒരു ബസ്റ്റ് പോയിന്റിൽ നിന്ന് ഇപ്പുറത്തോട്ട് കണ്ടില്ലേ, ഇപ്പം നമുക്ക് കിട്ടും. അതിൻ്റെ പകുതിയൊക്കെയാണ് അളവ് നമ്മൾ ബ്ലൗസിലെടുക്കട്ടെ. അപ്പം മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തത് വേസ്റ്റാണ് എടുക്കുക. വേസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മളിത് ഈ ഒരു ഭാഗം നമുക്ക് മുറുക്കി പിടിച്ചിട്ട് വേണം കേട്ടോ. ടൈറ്റായിട്ട് പിടിക്കണം, കാരണം നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ അവിടെ ടൈറ്റായിട്ട് ഇരിക്കേണ്ടത്. അതിന് വേണ്ടി കണ്ടില്ലേ, ടൈറ്റായിട്ട് നമ്മൾ പിടിക്കണം. അവിടെ അത്ര ലൂസാക്കി കൊടുക്കരുത്, ടൈറ്റായിട്ട് തന്നെ പിടിക്കുക. അതാണ് വേസ്റ്റ്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഷോൾഡർ ടു അണ്ടർ ബസ്റ്റ് എന്ന് പറയില്ലേ, അത് നമുക്കിങ്ങനെ ബോഡിയിൽ നിന്ന് അളവെടുക്കാം കേട്ടോ. അപ്പോൾ ചിലവർക്ക് അത് കംഫർട്ടബിൾ ആവില്ല. അപ്പോൾ നമുക്കൊരു കണക്കുണ്ട്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്ത് മുറുക്കി ഈ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ പിടിച്ചെന്ന് ചിലർ കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ട് കേട്ടോ. ഇനി നെക്കൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കാം. മെയിൻ അളവുകളാണ് ഞാൻ പറഞ്ഞല്ലോ. ഇനി കൈയിൻ്റെ ലെങ്ത്ത് ഇതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കുക. നെക്കിൻ്റെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരുപോലെ നമ്മൾ എടുക്കുക. പിന്നെ ഈ കൈയിൻ്റെ റൗണ്ട് ഇതൊക്കെ നമുക്കറിയണ അളവുകളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അതുപോലെ തന്നെ എടുക്കുക കേട്ടോ. ബാക്ക് നെക്കും നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇതൊക്കെ മെയിൻ